ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലാസ് അല്ല കേട്ടോ. ഇപ്പോൾ PSC പഠിക്കുന്നവരാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാലത്തെ നേരത്തെ എണീക്കുക എന്നുള്ളത്. പഠിക്കാനൊക്കെ ആയിട്ട് തലേ ദിവസമൊക്കെ വിചാരിക്കും കാലത്ത് നേരത്തെ എണീറ്റ് പഠിക്കണം എന്നൊക്കെ. പക്ഷെ കാലത്ത് എന്താണ്, അലാം അടിച്ചാലും അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങും. എണീക്കാനായിട്ട് കുറച്ച് പാടാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട്, കാലത്ത് നേരത്തെ എണീക്കാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 4 ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കാലത്ത് എണീക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഉറങ്ങിയാലാണ് നമുക്ക് നേരത്തെ എണീക്കാനായിട്ട് പറ്റുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ നമുക്ക് പലപ്പോഴും നേരത്തെ ഉറങ്ങാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗമാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കിടക്കാനൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാനായിട്ടൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും, എപ്പോഴാണോ നിങ്ങൾ കിടക്കുന്നത് ആ സമയത്ത് കിടക്കണം എന്നൊക്കെ വിചാരിച്ച് ബെഡ്റൂമിൽ ചെന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കിടക്കും പക്ഷെ ഉറങ്ങില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഫോൺ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് നോക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കും. പക്ഷേ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോഴത്തേനും 2-3 മണിക്കൂർ അങ്ങ് പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഫോൺ നോക്കി നമ്മുടെ സമയം ഒരുപാട് പോയി നമ്മൾ വളരെയധികം ലേറ്റ് ആയിട്ടാണ് എപ്പോഴും കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാലത്ത് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് എങ്ങനെ പറ്റും അല്ലേ? അപ്പോൾ നേരത്തെ ഉറങ്ങിയാലേ നമുക്ക് നേരത്തെ എണീക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ കാലത്തെ ഉറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാനായിട്ട് ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും അർജൻറ്റ് കോളോ മെസ്സേജോ ഒക്കെ വരാനുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് വയ്ക്കാതിരിക്കുക. നമ്മുടെ കൈ എത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ ഒരു മെസ്സേജിൻ്റെ സൗണ്ടോ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേനും നമുക്കത് എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് വിട്ട് മാറി അങ്ങോട്ട് വയ്ക്കുക. അധികം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നാൽ പെട്ടെന്നൊന്നും നമ്മുടെ ശബ്ദമൊന്നും നമുക്ക് കേൾക്കാത്ത രീതിയിൽ കുറച്ച് അകലേക്ക് നമ്മുടെ ഫോണ് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഫോൺ അധികം നേരം നോക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, പെട്ടെന്ന് ഉറക്കം വരികയും നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് എന്തായാലും നേരത്തെ എണീക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ എണീക്കാനായിട്ട് അലാം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോൺ നമ്മുടെ അടുത്ത് തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് പെട്ടെന്ന് അലാം അടിച്ചതും ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ അകലെ മാറ്റി വെക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, അലാം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയ്യെത്തി അത് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അലാം അടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് എണീറ്റ് പോയിട്ടേ ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ, അകലെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എണീറ്റ് പോയി നടന്ന് പോയിട്ടൊക്കെ അത് ഓഫ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം നമുക്ക് അത്ര പെട്ടെന്ന് നമ്മുടെ കയ്യെത്തി ഓഫ് ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ടും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫോണ് നമ്മുടെ കയ്യെത്തുന്ന അകലത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാലത്ത് എണീക്കുന്നത് എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഇപ്പോൾ PSC പഠിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ജോലി നേടണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും ലക്ഷ്യവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യണം, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. നമുക്ക് എന്താ പറയുക, അടങ്ങാനാവാത്തൊരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കാലത്ത് എണീക്കാനായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായിക്കോളും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ടൂറൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കാലത്തെ ഇപ്പോൾ 5 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ എത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ 5 മണിയായാലും 4 മണിയായാലും നമുക്ക് ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ നേരത്തെ കാലത്ത് എണീറ്റ് റെഡി ആയിക്കോളും. അതെന്തുകൊണ്ടാണ്? ടൂർ പോവുക, പിള്ളേരുടെ കൂടെ അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുക എന്നുള്ള ആ ഒരു എന്താണ്, നമ്മളൊരു ഡ്രീം അല്ലേ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ്, അത് വേഗം അല്ലേ, നമുക്ക് മനസ്സിന് താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ കാലത്ത് നമുക്ക് അലാം ഒന്നും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എണീക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ ആഗ്രഹം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കാലത്തെ നമ്മളെ ആരും പ്രഷർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീറ്റ് പോകും അല്ലേ?
അപ്പോൾ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്നതിനാണെങ്കിലും ജോലി നേടുന്നതിനായിട്ടും ഒരാഗ്രഹം നമ്മുടെ തീവ്രമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാലത്ത് എണീക്കാനായിട്ട് പറ്റാത്തത്. ഓക്കെ, ഇപ്പോൾ അതുപോലെ വല്ല പിക്നിക്കിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് എണീറ്റോളും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ പഠിച്ച് നമുക്ക് ജോലി നേടിയിട്ട് നമുക്ക് അത്രയും ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യം അത്രയും ഉറച്ച ലക്ഷ്യമാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ എണീക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായും എണീക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഉറക്കക്ഷീണമൊന്നും ഒരു ക്ഷീണമായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തീവ്രമായിരിക്കണം. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തീവ്രമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിലോട്ട് എത്താനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുകയും ഉണരുമ്പോഴും ആ സ്വപ്നത്തിലോട്ട് എത്താനായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റും അല്ലെ. ഉറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നത്തിന് അത്രയും ആയുസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ഉണർന്നിരുന്നു കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാനായിട്ട് പ്രവർത്തിക്കാനാണ് പാട്. അപ്പോൾ അത് പ്രവർത്തിച്ച് കാണിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് എന്തായാലും നമ്മളെ കൊണ്ട് മാറ്റിയാൽ മാറാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ശീലങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. മറ്റൊരാൾ പറഞ്ഞു തന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ചതുകൊണ്ടോ ഒരു ദിവസമൊക്കെ എണീക്കുമായിരിക്കും. പക്ഷേ ഡെയിലി നമുക്ക് അതുപോലെ ഉണരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. കാരണം നമ്മുടെ ഒരു ശീലമാണ് ഈ ഉണരുക അല്ലെ, നമ്മുടെ ഹാബിറ്റാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും. ഇപ്പം നീ കുറേ കാലമായല്ലോ പഠിക്കുന്നു, ഒരു ജോലി ആയിട്ടില്ല, എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ കുറേ പേരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ കളിയാക്കുന്നവരുടെ മുഖം ആലോചിച്ചാലും നമുക്ക് ആ ലക്ഷ്യത്തിലോട്ട് വേഗം എത്തണം എന്നുള്ള ആഗ്രഹം കൂടുതലായിട്ടുണ്ടാവും അല്ലെ. അവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ തെളിയിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നാറില്ലേ. അപ്പം കളിയാക്കിയവരുടെ മുന്നിൽ നമ്മൾ ഉയർന്നു വരണം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണരുക, കാലത്ത് നേരത്തെ ഉണരുക എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, ഒട്ടുമിക്കവരും അറിയാം ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ ശീലം മാറ്റാനായിട്ട് പറ്റില്ല. കാരണം എല്ലാവരുടെയും സ്വഭാവമാണ് അലാം വെച്ചാലും അതിനെ ഓഫ് ചെയ്തിട്ട് പിന്നെയും പുതച്ചു മൂടി കിടക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ. പക്ഷേ അത് നമുക്ക് പതിയെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് പതിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ശീലം മാത്രമാണ് അത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തിരിച്ച് കിട്ടില്ല അല്ലേ. കഴിഞ്ഞു പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ആ സമയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഉറക്കത്തിന് അല്ലേ, ഉറക്കം എന്ന് പറയുന്നത് ഒരുപാട് നേരം ഉറങ്ങുന്നത്, ഓവർ ഉറങ്ങിയാലും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.